അല്ലാതെ ഇപ്പോൾ നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എന്താ പറയുക മുൻകൂട്ടി ഒരു ധാരണയ്ക്കുള്ള സാധ്യതകളില്ല. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. പാർട്ടി ഒരു വിശാലമായുള്ള സമീപനം സ്വീകരിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഭാവിയുള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു. അതനുസരിച്ചാണ് പാർട്ടി അന്ന് ആ തീരുമാനമെടുത്തത്. അന്നത്തെ സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ ഒരു സീൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നയം. ഈ അനുഭവപരിചയമുള്ള നേതാക്കൾ പലതും പലവട്ടം പല കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഈ വ്യാജ ID കാർഡ് വന്നപ്പോൾ ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട്. പക്ഷെ അത് ഏകപക്ഷീയമായി ഒരു ഭാഗം മാത്രം കേട്ടതിൻ്റെ പരിണിത ഫലമാണെന്നുള്ളൊരു ചർച്ച സജീവമായി വരുന്നുണ്ട്. അല്ല, അതല്ല, അന്ന് എടുത്തൊരു തീരുമാനം കൂടുതൽ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വരണം. നമ്മളൊക്കെ എന്താ പറയേണ്ടത്, ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് പകരം പുതിയ ആളുകൾ വരണം. അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇങ്ങനെ തീരുമാനം പാർട്ടി എടുത്തത്. അത് സതുദ്ദേശത്തോടെ പാർട്ടി എടുത്ത തീരുമാനമാണ്. പക്ഷേ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാരും പ്രതീക്ഷിച്ചതല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ? അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ BJPയുടെ MLA വേണമെന്ന് LDFന് നിർബന്ധമില്ലെങ്കിൽ BJP ജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് ജയിക്കില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഇനി ഇലക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഏതായാലും ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും. ബൈ ഇലക്ഷൻ ഇനി ഏതായാലും സ്കോപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പീരുമേടും ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ. പക്ഷേ കാലാവധി അവസാനിക്കാൻ ഒരു കൊല്ലം പോലും ഇല്ല. അതിനിടയ്ക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. പാലക്കാട് നിന്ന് ഒരാളിനെ കൊണ്ടുപോയി വടകര മത്സരിപ്പിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. പിന്നെ ഇങ്ങനെയുള്ള വിഷയമെല്ലാം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി ഉപതെരഞ്ഞെടുപ്പ് വിലയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് അതല്ല, എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും? ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? ആരെവിടെയൊക്കെ മതിൽ ചാടുന്നത് ആർക്കും അറിയാം. അല്ല, അതിൽ പാർട്ടി ഒരു നയം സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ ഈ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ, ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ്. ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും. അത് മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, റിട്ടേൺ കംപ്ലൈൻ്റ് ഉള്ളതിനെക്കുറിച്ചും കൂടെ അന്വേഷിക്കണം. സിദ്ദിഖിൻ്റെ ഭാര്യ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതും സ്ത്രീത്വത്തിന് അവമാനിക്കൽ തന്നെയാണ് അവർ സൂചിപ്പിച്ചത്. അവരുടെ കുടുംബത്തിനെ അധിക്ഷേപിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു ബുദ്ധിയും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ റിട്ടേൺ കംപ്ലൈൻറ്റ് അന്വേഷിക്കാതെയാണ് കംപ്ലൈൻറ്റ് ഇല്ലാത്ത കേസിൻ്റെ പിന്നാലെ എല്ലാവരും പോകുന്നത്. ആ റിട്ടേൺ കംപ്ലൈൻറ്റിനെ കുറിച്ച് അന്വേഷിക്കണം. ആരാ അതിൻ്റെ പുറകിൽ? ഒരു കുടുംബത്തിനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ആരാ? അതും കൂടെ അന്വേഷിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ഓപ്പൺ സ്റ്റാൻഡാണ്. ജനങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. ഇല്ല, വിവാദങ്ങൾ നീട്ടേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി സ്റ്റാൻഡ് എടുക്കും. ആ സ്റ്റാൻഡ് വൈകില്ല.